ഹായ് ഗൈസ്, ഞാനെന്താ പറയാൻ പോകുന്നത് പെസഹ വ്യാഴത്തെക്കുറിച്ചാണ്. എല്ലാ ക്രിസ്ത്യാനികൾക്കും പെസഹ വ്യാഴദിനാശംസകൾ. ഇന്ന് പെസഹ വ്യാഴമായിട്ട് പെസഹ എന്ന അപ്പത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. ഓശാന ഞായർ കഴിഞ്ഞിട്ടുള്ള ഒരു ആഘോഷമാണ് പെസഹ വ്യാഴം. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ക്രൈസ്തവരുടെ വിശുദ്ധ വാരത്തിൽ ദുഃഖവെള്ളിക്ക് തലേന്നത്തെ വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം, അതായത് മോണ്ടി ടേഴ്സ്ഡേ എന്നാണ് അറിയപ്പെടുന്നത്. കുരിശുമരണം വരിക്കുന്നതിന് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിനും അതിനു മുമ്പായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിൻ്റെയും ഓർമ്മ പുതുക്കലായിട്ടാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ഈ ദിവസം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങും ഉണ്ടാകും. പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടുകൂടി ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു. അതായത് ഈസ്റ്റർ ത്രിദിനങ്ങളെന്ന് പറഞ്ഞാൽ ദുഃഖവെള്ളി, വലിയ ശനി, ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും അനുസ്മരിക്കുന്നു. പെസഹ ആചരണത്തിൻ്റെ പശ്ചാത്തലം. യഹൂദരുടെ പെസഹ ആചരണം ക്രിസ്തുമതത്തിൻ്റെ ആവിർഭാവത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പെസഹ ആചരണം യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നും അവർ പെസഹയെ വിളിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും ദൈവം മോചിപ്പിച്ചതിൻ്റെ സ്മരണക്കാണ് യഹൂദർ പെസഹ ആഘോഷിക്കുന്നത്. യഹൂദർ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം വീടുകളുടെ വാതിലിൻ്റെ കട്ടിളക്കാലുകളിലും ആടിൻ്റെ രക്തം തളിക്കുകയും അത് കണ്ട് സംഹാരദൂതൻ യഹൂദരുടെ വീടുകളിൽ കടന്ന് പോവുകയും മിസ്രയീമ്യരുടെ കടിഞ്ഞൂലുകളെ നിഗ്രഹിക്കുകയും ചെയ്തതായി എബ്രായ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ വിവരണത്തെ അടിസ്ഥാനമാക്കി കടന്നു പോകുക എന്നർത്ഥമുള്ള പെസഹ എന്ന ഈ പെരുന്നാളിനെ അവർ വിളിക്കുന്നത്. പെസഹ ദിവസം കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ ബലിയാടിനെ കൊന്ന് അതിൻ്റെ രക്തം പാപ പരിഹാരമായി അർപ്പിക്കും. ഇതിൻ്റെ മാംസം ചുട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കൂടെ ഭക്ഷിക്കും. തീർത്ഥാടക പെരുന്നാളുകൾ എന്നറിയപ്പെടുന്ന യഹൂദ മതത്തിലെ 3 പ്രധാന പെരുന്നാളുകളിൽ ഒന്നാണ് പെസഹ. യേശുവിന് ശേഷം AD 70 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് വരെ യഹൂദർ ഈ പെരുന്നാൾ ആഘോഷപൂർവ്വം ആചരിച്ചിരുന്നു. ഇനി യേശുവിൻ്റെ അന്ത്യത്താഴവും ക്രൈസ്തവ പെസഹയുടെ ആരംഭവും എന്തൊക്കെയെന്ന് നോക്കാം. യേശു അവസാനമായി ആചരിച്ച പെസഹയുടെയും അദ്ദേഹത്തിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെയും വിവരണം ബൈബിൾ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. ലൂക്ക എന്നെഴുതിയ സുവിശേഷത്തിലെ വിവരണം ഇപ്രകാരമാണ്. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ അവൻ, അതായത് യേശു, പത്രോസിനെയും യോഹനാനിനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഇതിൻ്റെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചിരുന്നു. നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുമെന്ന് പറയുവിൻ. അവനെ വിരിച്ചൊരുക്കുന്ന ഒരു മാളിക കാണിച്ചു തരും. അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. ഈ സമയം ആയപ്പോഴേക്കും അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. അവർ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പ്
ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ഛയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൻ്റെ നിവൃത്തിയാകുമ്പോളം ഞാൻ ഇത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ട് കൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ളത് ഇനിയും ഉണ്ട് പറയാൻ. ഇനി അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ കാൽ കഴുകൽ ശുശ്രൂഷ. തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ലോകത്തിന് മുഴുവൻ യേശു എളിമയുടെ സന്ദേശം നൽകിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴാഴ്ച ദേവാലയങ്ങളിലെ കാൽ കഴുകൽ ശുശ്രൂഷ. തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ പുരോഹിതൻ കഴുകി തുടച്ച് ചുംബിക്കും. പെസഹ അപ്പവും പാലും. അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണയായിട്ടാണ് പെസഹ വ്യാഴാഴ്ച വീടുകളിലൊരുക്കുന്ന പെസഹ വിരുന്ന്. അന്നേ ദിവസം കേരളത്തിലെ നസ്രാണികളുടെ ഇടയിൽ പെസഹ അപ്പം ഉണ്ടാക്കുന്ന പതിവുണ്ട്. ഓശാനയ്ക്ക് പള്ളികളിൽ നിന്നും നൽകുന്ന ഓശാനയോല, അതായത് കുരുത്തോല കീറിമുറിച്ച് കുരിശുണ്ടാക്കി പെസഹ അപ്പത്തിൻ്റെ മുകളിൽ വെച്ച് കുടുംബത്തിലെ കാരണവർ അപ്പം മുറിച്ച് പെസഹ പാലിൽ മുക്കി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മുതൽ താഴോട്ട് കുടുംബത്തിലെ എല്ലാവർക്കുമായി നൽകുന്നു. പുളിക്കാത്ത മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പമായതിനാൽ ഇതിനെ പുളിയാത്തപ്പമെന്നും കുരുത്തോല കൊണ്ടുള്ള കുരിശടയാളം അപ്പത്തിന്മേൽ പതിപ്പിക്കുന്നത് കൊണ്ട് കുരിശപ്പം എന്നും ഇതിന് പേരുണ്ട്. ഇതിന് ഇണ്ടറി അപ്പം എന്നും പേരുണ്ട്. കുരിശിന് മുകളിൽ INRI അതായത് മലയാളത്തിൽ ഇൻട്രി അപ്പവുമായി കൂട്ടി വായിച്ചാണ് ഇതിനെ ഇൻട്രി അപ്പമെന്നും കാലക്രമേണ അത് ഇൻട്രി അപ്പമെന്നും പേർ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. എന്നാൽ ഇൻട്രി അപ്പം എന്ന പേരിലുള്ള ഇൻട്രി എന്നത് പഴന്തമിഴ് വാക്കാണെന്നും അഭിപ്രായം ഉണ്ട്. പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും പാചകക്രമത്തിൽ പ്രാദേശികമായി ചില വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. ചിലയിടങ്ങളിൽ പാലുറുക്ക് ഉണ്ടാക്കുകയും പെസഹയുടെ അന്ന് രാത്രിയിൽ കുറുക്കായി തന്നെ കഴിക്കുകയും ചെയ്യുന്നു. പാല് കുറുക്കിയത് പിറ്റേ ദിവസമാകുമ്പോൾ കട്ടയാകുകയും ദുഃഖവെള്ളി ദിവസം കാലത്ത് കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാം ഒത്തുചേർന്ന് കയ്പുള്ള ഇലയും മറ്റും കടിച്ച് കട്ടയായ അപ്പം കഴിക്കുന്നു. ഇത്രയുമാണ് ഞാൻ ഈ പെസഹ വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞത്. ഇത് കൂടുതലുണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് ചുരുക്കിയാണ് പെസഹ വ്യാഴം, പെസഹ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിച്ചത്. അടുത്ത വീഡിയോയിൽ ദുഃഖവെള്ളിയാഴ്ചയെ പ്രാധാന്യം അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ക്രിസ്ത്യൻസിന് എങ്ങനെ ആഘോഷിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.